പ്രിയപ്പെട്ട കുട്ടികളെ, IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് 3 2 അധ്യായങ്ങളാണ് വരുന്നത്. അതിൽ ഒരു അധ്യായം നിങ്ങൾ നേരത്തെ പഠിച്ചു, പൈത്തൺ. അതിലെ ചോദ്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ കൂടെ ഓപ്ഷൻ 2 ആയിട്ട് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസും പൈത്തണും ഗ്രൂപ്പ് 3 ചാപ്റ്റേഴ്സാണ്. മിക്കവാറും എല്ലാ ഗ്രൂപ്പിലും ഒന്നിലധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് 2 മാത്രമേ അതിൽ എക്സംഷൻ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് 3 ചാപ്റ്റേഴ്സ് പൈത്തണും ഡാറ്റാബേസും. അപ്പോൾ ഒന്നെങ്കിൽ 2 ഓപ്ഷൻസും പൈത്തൺ വരാം. അപ്പോൾ ഇതിൽ ഏതാ പൈത്തൺ നല്ലത്? പൈത്തൺ ചോദ്യം ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യം നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ ഓപ്ഷൻ 1 പൈത്തണും ഓപ്ഷൻ 2 ഡാറ്റാബേസും ആയിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. ചിലപ്പോൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ഡാറ്റാബേസ് ആയിരിക്കും. അപ്പോഴും നിങ്ങൾ 2 ചോദ്യങ്ങളും നോക്കുക, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാബേസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ 2 ചാപ്റ്ററിനും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഗ്രൂപ്പ് 3 ചോദ്യങ്ങൾ കൃത്യമായി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ ഏതൊക്കെ ഏരിയ എന്നാണ് ചോദ്യം വരിക എന്ന് നോക്കാം. 2 ഏരിയ ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ഒരു ക്വറി പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ടേബിളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവർ തരും. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ക്വറി, അവർ പറയുന്ന രീതിയിൽ ഒരു ക്വറി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക. അതിലാദ്യം നമ്മൾ ക്വറി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ചോദ്യം നോക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. Details of various players are given in exam documents in the folder. File name sports.odb. Prepare a query using the queries technique in the LibreOffice base to get only the names of the players and the number of wickets taken by them, total wickets, who come under bowler category from the cricketman table. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ ബോൾഡായി കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതിൽ ആദ്യത്തെ ബോൾഡായിട്ട് കിടക്കുന്നത് sports.odb. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡാറ്റാബേസ് ഫയൽ sports.odb ആണ്. രണ്ടാമത്തത് നമ്മൾ കാണുന്നത് ടോട്ടൽ വിക്കറ്റ്സ് ആണ്, പിന്നെ ബൗളർ കാറ്റഗറി ആണ്, പിന്നെ ക്രിക്കറ്റ്മെൻ ടേബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചുവടെ കൊടുത്തിട്ട് ഹിൻസ് ഉണ്ട്. അപ്പോൾ ഹിൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റാബേസ് ഏതാണ്? sports.odb. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാബേസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. പ്ലേസസിൽ, ഹോമിൽ, എക്സാം ഡോക്യുമെൻറ്റ്സിൽ sports.odb കാണാം. അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഡാറ്റാബേസ് പാനൽ എന്ന് പറയും. അവിടെ 4 എണ്ണം കാണാം. ഒന്ന് ടേബിൾസ്, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്. ഇതിൽ നമുക്ക് ക്വറീസും റിപ്പോർട്ട്സും ആണ് നമുക്ക് ആവശ്യം. ഒരു പ്രിപ്പയർ എ ക്വറി എന്ന് പറയുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ക്വറീസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രിപ്പയർ എ റിപ്പോർട്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ റിപ്പോർട്ട്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം പ്രിപ്പയർ എ ക്വറി ആയതുകൊണ്ട് ക്വറീസിൽ ക്ലിക്ക് ചെയ്യും. ക്വറീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചോദ്യത്തിൻ്റെ ഹിൻഡിലേക്ക് കിടക്കുക. ടു പ്രിപ്പയർ ദ ക്വറി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി. അപ്പോൾ ക്വറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നു, ഹിൻഡ് പറയുന്നു യൂസ് വിസാർഡ്. അതായത് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് വിസാർഡ്. വിസാർഡ് എന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ യൂസ് വിസാർഡ് എടുക്കുക. യൂസ് വിസാർഡ് എടുക്കുമ്പോൾ നമുക്കൊരു വിൻഡോ വരും, ക്വറി വിസാർഡ് എന്ന് പറയുന്ന ഒരു വിൻഡോ. ഈ വിൻഡോയിൽ നമ്മൾ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്റ്റെപ്പിലൂടെയും ഒന്നും കടന്നു പോകേണ്ട കാര്യമില്ല. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്, പിന്നെ അവസാനം 8ാമത്തെ സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് ഇത് ക്വറി, ബാക്കിയൊന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് അടിച്ചു പോയാൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫീൽഡ് സെലക്ഷൻ. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പറയണം. ഒന്ന് ടേബിൾസ്. അപ്പോൾ ടേബിൾസിൽ ഇതൊരു കോംബോ ബോക്സ് ആണ്. ഈ ടേബിൾസിൽ ഏത് ടേബിളിലാണ് ക്വറി ഉണ്ടാക്കേണ്ടത് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അത് നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹു കം അണ്ടർ ബൗളർ കാറ്റഗറി ഫ്രം ദ ക്രിക്കറ്റ്മെൻ ടേബിൾ. അപ്പം നമ്മൾ
നമ്മുടെ ക്വറി പ്രിപ്പയർ ചെയ്യേണ്ടത് ക്രിക്കറ്റ്മെൻ ടേബിളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ ടേബിൾസിൽ ക്രിക്കറ്റ്മെൻ എന്ന് പറയുന്ന ടേബിളാണ് സെറ്റ് ചെയ്യേണ്ടത്. ടേബിൾ ക്രിക്കറ്റ്മെൻ. അപ്പോൾ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഈ നമ്മുടെ ക്വറിയിൽ ഏതൊക്കെ ഫീൽഡുകൾ വേണമെന്ന് അത് അവർ പറഞ്ഞ അത്രയും ഫീൽഡുകൾ നമ്മൾ ഇടണം. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ്സ് ടു ഇൻക്ലൂഡ്, അത് രണ്ടാമത്തെ ഹിൻഡിലൂടെ കിട്ടും. രണ്ടാമത്തെ ഹിൻഡിൽ പറയുന്നു പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, പ്ലെയർ കാറ്റഗറി. ഇതാണ് നമ്മൾ അവിടെ ചേർക്കേണ്ടത്. പ്ലെയർ നെയിം അത് ക്ലിക്ക് ചെയ്യുക. ഈ അതിൻ്റെ നടുവിൽ അത് ഫീൽഡ്സ് ഇൻ ദ ക്വറി, ഇത് ഈ പ്ലെയർ നെയിമിനെ നമ്മൾ ഈ ഫീൽഡിലേക്ക്, ഈ ഭാഗത്തെ ഈ സ്പേസിലേക്ക് നമ്മൾ മാറ്റണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ബട്ടണാണ്, ഒന്ന് ഗ്രേറ്റർ ദാൻ, ഒന്ന് ഡബിൾ ഗ്രേറ്റർ ദാനും. ഈ സിംഗിൾ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫീൽഡും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാനും, ഡബിൾ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന എല്ലാ ഫീൽഡുകളും ഇങ്ങോട്ട് വരാനുമാണ്. നമുക്ക് എല്ലാ ഫീൽഡും വേണ്ട, നമുക്ക് 3 ഫീൽഡ് മാത്രം മതി. അതുകൊണ്ട് സിംഗിൾ ഗ്രേറ്റർ ദാൻ കൊണ്ട് നമ്മൾ ഈ ഫീൽഡുകളെ, അപ്പോൾ പ്ലെയർ നെയിം ക്ലിക്ക് ചെയ്യുക, ഈ സിംഗിൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ വന്നു. പ്ലെയർ നെയിം വേണം. പിന്നെന്താണ് അവർ പറഞ്ഞത്? ടോട്ടൽ വിക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ടോട്ടൽ വിക്കറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു, ഒരു സിംഗിൾ ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ടോട്ടൽ വിക്കറ്റ്സ് വന്നു. പിന്നെ മൂന്നാമത്തെ പ്ലെയർ കാറ്റഗറിയാണ്. പ്ലെയർ കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്നു, ഒരു സിംഗിൾ, അപ്പോൾ നമുക്ക് 3 കിട്ടി. പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, പ്ലെയർ കാറ്റഗറി. അതാണ് നമ്മൾ ഇവിടെ കാണാം. പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, പ്ലെയർ കാറ്റഗറി. ഹിന്റ് കൃത്യമായിട്ട് നോക്കണം നമ്മൾ. അത് നമ്മളെ വല്ലാതെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തു? ഫീൽഡെല്ലാം ഇൻക്ലൂഡ് ചെയ്തു. ഫീൽഡെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ടേബിൾസ് സെലക്ട് ചെയ്യുന്ന മറന്നു പോകരുത്. ടേബിള് അവർ പറഞ്ഞ ടേബിൾ തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അറിഞ്ഞു. നെക്സ്റ്റിൽ നമ്മൾ സോർട്ടിംഗ് ഡാറ്റയാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് സെർച്ച് കണ്ടീഷൻ. ഇവിടെയാണ് നമ്മൾ അവിടുത്തെ ഹിന്റ് നമ്മൾ നോക്കേണ്ടത്. സെർച്ച് കണ്ടീഷൻ എന്താ പറഞ്ഞത്? പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർ ഈക്വൽ ടു എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറയും, അല്ലെ ലെസ് ദാൻ എന്നൊക്കെ പറയും. ഇവിടെ ഈക്വൽ ടു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ സെർച്ച് കണ്ടീഷൻ ഈക്വൽ ടു ആണ്. ബൗളർ എന്ന് അവർ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എഴുതണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. അതിൽ ഫീൽഡ് നിന്നുള്ള ഇടത്തിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം? പ്ലെയർ കാറ്റഗറി. പ്ലെയർ കാറ്റഗറി. പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു, പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എഴുതേണ്ടത് ബൗളറാണ്. ബൗളർ ശ്രദ്ധിക്കാം, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. ബൗളർ, BOWLER. സ്പെല്ലിംഗ് ഒക്കെ നോക്കുക, സ്പെല്ലിംഗ് ഒന്നും തെറ്റരുത്. ആ ചോദ്യത്തിൽ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യാം, ബൗളർ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെറുതെ നെക്സ്റ്റ് അടിച്ചു പോയത്. 4ൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഡീറ്റെയിൽസ് ഓഫ് സർമാറ്റും ചെയ്യാനില്ല. 4 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസൈൻ ആണ്. അതിൽ നമുക്ക് ഈ പ്ലെയറിൻ്റെ നെയിം വേണമെങ്കിൽ വേറൊരു പേരിലേക്ക് ആക്കാം. അതിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. അടുത്ത നെക്സ്റ്റ് ഓവർവ്യൂ. ഈ ഓവർവ്യൂവിൽ നമ്മളൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വറി തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. ഓവർവ്യൂവിൽ നെയിം ഓഫ് ദ ക്വറി എന്നുള്ളിടത്തിൽ അവരൊരു പേര് കൊടുത്തിട്ടുണ്ട്, ക്വറി ക്രിക്കറ്റ്മെൻ. അത് മാറ്റിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. രജിസ്റ്റർ നമ്പർ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വറി പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്ത് വേണമെങ്കിലും അടിക്കാം, അവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് അടിക്കാം. പക്ഷേ നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നതായിരിക്കും നന്നാവുക. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ക്വറി. അപ്പോൾ രജിസ്റ്റർ നമ്പർ അടിക്കുക. ഇത് സേവിങ് അല്ല കേട്ടോ, ഇത് ക്വറിയുടെ ഒരു പേര് കൊടുത്തതാണ്. അതിന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്വറിയുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പ്ലെയർ കാറ്റഗറിയിൽ ബൗളർ എന്ന് പറയുന്ന ഒരു 3 പേരേ ഉള്ളൂ. അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ്, വെങ്കിടപതി രാജു. നമ്മുടെ ക്രിക്കറ്റ്മെൻറ്റിൻ്റെ ടേബിളിൽ ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നമ്മുടെ ക്വറി ഇവിടെ വന്ന് ക്വറി സക്സസ് ആണെന്ന് മനസ്സിലായി. ഈ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ടേബിളിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് സക്സസ് ആണെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ട ക്വറീസിൽ നേരത്തെ കുറേ ക്വറീസ് ഉണ്ടായിരുന്നു. അതുപോലത്തെ ക്വറീസ് നിങ്ങളുടെ ഡാറ്റാബേസിൽ നേരത്തെ ഉണ്ടാവും. ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ആ ക്വറീസ് അവർ ഇട്ടിരിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വറി കണ്ടോ, 111 നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ക്വറീസ് ഒക്കെ ആയി കഴിഞ്ഞു. സേവ് ദിസ് മോഡിഫൈഡ് ഫയലിൽ സേവ് ആസ് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. ഫയലിൽ സേവ് പറയരുത്, സേവ് ആസ് പറഞ്ഞിട്ട് എക്സാം 10ലേക്ക്. ഇവിടെ മാത്രം നിങ്ങൾ ഫയലിൽ പോയിട്ട് സേവ് എന്നല്ല പറയേണ്ടത്, സേവ് ആസ് പറയാം.
നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ എത്രയാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ അത് കൊടുക്കുക, ഹോമിൽ എക്സാം 10ൽ സേവ് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി ആ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.